ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്നും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞതോടെ ജലലഭ്യതയിലും വളരെ കുറവാണ് ഉണ്ടായത്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കൂടാതെ രാത്രികാലങ്ങളിലെ വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചു. പകൽ നിരക്കിനേക്കാൾ ഇരട്ടി നിരക്കിലാണ് വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്നത്. ഈ സ്ഥിതി അധികനാൾ തുടരാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്. കാരണം മഴ കുറവാണ്. നമ്മളെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടിയ ചൂടിൻ്റെ സമയത്ത് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതി നമുക്ക് കൃത്യമായിട്ട് തിരികെ കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക് ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പ്രശ്നങ്ങളുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറി. തൃശൂർ ജില്ലയിലെ വൈദ്യുതി വിഭാഗം പ്രവർത്തനങ്ങൾ വിലയിരുത്തി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമായി MLA മാർ. കോടികളുടെ പെൻഷൻ കുടിശ്ശിക പരിഹരിക്കണമെന്ന് മേയർ. വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നേരിട്ടെത്തി വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സണ്ണി ജോസഫ് തൃശൂരിലെത്തിയത്. കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. തുടർന്ന് MLA മാർ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി KSEBയുടെ വഴിവിളക്കുകൾ നീക്കം ചെയ്തതോടെ ജില്ലയുടെ തീരദേശ മേഖലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചതായും ഇതിൽ പരിഹാരം കാണണമെന്നും ഗുരുവായൂർ MLA NK അക്ബർ ആവശ്യപ്പെട്ടു. ട്രാൻസ്ഫോർമറുകൾ വ്യാപകമായി ഓവർലോഡായി പ്രസരണം തടസ്സപ്പെടുന്നതും ജീവനക്കാരുടെ കുറവും അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോൾപ്പടവുകളിലെ വെള്ളം വറ്റിക്കുന്ന തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് അറിയിച്ചു. വടക്കാഞ്ചേരി ജംഗ്ഷൻ വികസനത്തിന് ട്രാൻസ്ഫോർമറുകൾ തടസ്സമാകുന്ന സ്ഥിതി ഒഴിവാക്കണമെന്നും അണ്ടർഗ്രൗണ്ട് കേബിൾ സ്ഥാപിക്കുന്നതിൽ മണ്ഡലത്തെ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആവശ്യം. ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ചാലക്കുടി മണ്ഡലത്തെ വകുപ്പ് കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് സനീഷ് കുമാർ ജോസഫ് MLA മുന്നോട്ട് വെച്ചത്. അതേസമയം ജീവനക്കാർക്ക് പെൻഷൻ നൽകിയതിൽ തൃശൂർ കോർപ്പറേഷന് 114 കോടി രൂപയിലധികം സർക്കാരിൽ നിന്നും കിട്ടാനുണ്ടെന്നും ഇതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. RDS പദ്ധതി നടത്തിപ്പുൾപ്പെടെ പ്രതിസന്ധിയിലാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ 40 കോടി രൂപയെങ്കിലും ഉടൻ അനുവദിക്കണമെന്നും മേയർ പറഞ്ഞു. സോളാർ പദ്ധതികൾ വ്യാപിപ്പിക്കാനും വൈദ്യുതി തടസ്സം ഇല്ലാതാക്കാനും പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാനും പ്രവർത്തികൾ അപകടരഹിതമാക്കാനും വകുപ്പിന് കഴിയണമെന്നും അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. MLA മാരായ രാജൻ ജെ പല്ലൻ, KK രാമചന്ദ്രൻ, K രാജൻ, UR പ്രദീപ്, കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ.